പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 7-ാം മാസത്തിന്റെ 28ാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ഒപ്പം പ്രാർത്ഥനയും. ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൽ നമുക്ക് അടുത്തു ചെല്ലാം. സങ്കീർത്തനക്കാരന്റെ പ്രകാരം പാടുന്നു: യഹോവേ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. പല നല്ല ഗുണങ്ങളുമുള്ള അനേക മനുഷ്യർ ലോകത്തിലുണ്ട്. എല്ലാ നല്ല ഗുണങ്ങളും ദൈവത്തിൽ നിന്നും വരുന്നതാണ്. ഏത് നല്ല ഗുണങ്ങളെക്കാളും ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് വിശ്വസ്തതയാണ്. ലോകം മിടുക്കന്മാരെ അന്വേഷിക്കുമ്പോൾ ദൈവം വിശ്വസ്തന്മാരെയാണ് അന്വേഷിക്കുന്നു എന്ന് ദൈവവചനം പറയുന്നു. യഹോവേ, നിന്റെ കണ്ണ് വിശ്വസ്തതയല്ലയോ നോക്കുന്നു എന്ന് അവൻ ഇരമ്യാവ് വിളിച്ചു പറയുന്നു. ഇന്ന് ഉപകാരം ചെയ്തവനെ തന്നെ ആദ്യം ഉപദ്രവിക്കുന്ന ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. പാലുകൊടുത്ത കൈക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന പാമ്പിനെ പോലെ നമ്മളിൽ നിന്ന് നന്മ അനുഭവിച്ചിട്ട് നമ്മെ തകർക്കുന്നവരും വിശ്വാസവും വിശ്വസ്തതയും ഇല്ലാത്ത മനുഷ്യരുടെ നടുവിലാണ് നാം പാർക്കുന്നത്. എന്നാൽ വിശ്വസ്തരായിരുന്ന അനേക ഭക്തന്മാരെ കുറിച്ചും തിരുവചനത്തിൽ അവൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവരെല്ലാവരുടെ പേരുകളും സംഭവങ്ങളും ഈ പ്രഭാതം പറയുന്നതിൽ സമയപരിമിതി ഉള്ളതിനാൽ അതിന് കഴിയുകയില്ല. ദൈവത്തോട് ഒരിക്കലും അവിശ്വസ്തത കാണിക്കാതെ ഇരിക്കുകയും ഏറ്റവും വിശ്വസ്തനായി അവൻ മാതൃക കാണിച്ചത് നമ്മുടെ യേശു ക്രിസ്തു. അവൻ നമുക്കൊരു നല്ല മാതൃകയാണ്. കൂടാതെ മോശ, അബ്രഹാം, ദാനിയേൽ എന്നിങ്ങനെയുള്ള പഴയ നിയമ ഭക്തന്മാരെ കൂടാതെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ തീമത്യോസ്, നഥനയേൽ, കൊർന്നലിയോസ്, ഓനസിമോസ്, അന്തിപ്പാസ് തുടങ്ങിയവരും വളരെ വിശ്വസ്തരായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ദൈവം അവരുടെ സ്നേഹിതനും അവരോട് വിശ്വസ്തനും ആയിരുന്നു. ഹിസ്കിയാവ് വിശ്വസ്തനായിരുന്നത് കൊണ്ട് ദൈവം തന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ചുവല്ലോ. ആകയാൽ പ്രിയ ദൈവപൈതലേ, ആത്മാവിന്റെ ഫലമായ വിശ്വസ്തത ഭൂമിയിൽ നിന്നും ആത്മാർത്ഥതയാൽ നമ്മുടെ ഉള്ളിൽ നിന്നും മുളയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ നീതിയുടെ ഇടപെടൽ സ്വർഗത്തിൽ നിന്ന് ഉണ്ടാകുമെന്നുള്ളതിന് സംശയമില്ല. നാം വിശ്വസ്തരായി നിലനിന്നാൽ ദൈവം നമ്മെ കാത്തു പരിപാലിക്കും. ആകയാൽ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി നിൽക്കാം. യഹോവ ഓരോരുത്തരും അവനവന്റെ നീതിക്കും വിശ്വസ്തതയ്ക്കും ഒത്തവണ്ണം പകരം നൽകട്ടെ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആമേൻ. ഭക്തൻ പാടുന്നു: അവൻ യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു. ഭാര്യയുടെ മുന്നിൽ വിശ്വസ്തതയില്ലാതെ, ഭർത്താവിൻ്റെ മുന്നിൽ വിശ്വസ്തതയില്ലാതെ, മാതാപിതാക്കളുടെ മുന്നിൽ വിശ്വസ്തതയില്ലാതെ, ആമേൻ, ജോലി സ്ഥാപനങ്ങളിൽ വിശ്വസ്തതയില്ലാതെ, ഏതൊക്കെ വിശ്വസ്തതയില്ലാതെ ആരൊക്കെ ഈ ലോകത്തായിരിക്കുന്നുവോ അവരുടെ മുന്നിൽ ഭക്തന്മാർ വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭയിൽ ശുശ്രൂഷകർ വിശ്വാസികളുടെ മുന്നിൽ വിശ്വസ്തരായിരിക്കണം. വിശ്വാസികൾ ദൈവദാസന്മാരുടെ മുന്നിൽ വിശ്വസ്തരായിരിക്കണം. വിശേഷിച്ച് നമ്മുടെ കർത്താവിൻ്റെ മുന്നിലെങ്കിലും നാം വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ പ്രഭാതം നമ്മുടെ വിശ്വസ്തത ദൈവം പരിശോധിക്കുമ്പോൾ നാം ലജ്ജിച്ചു പോകുവാനിട വരാതെ, ആമേൻ, ഹല്ലേലൂയ, നാം ദൈവസന്നിധിയിൽ വിശ്വസ്തരെന്ന് എണ്ണുവാൻ തക്കവണ്ണം, ആമേൻ, ഇയ്യോബിനെ പോലെ, ആമേൻ, നാം വിശ്വസ്തരായി നിന്നുകൊണ്ട് ദൈവത്തെ തള്ളിപ്പറയാതെ, ഏത് കഷ്ടതയുടെ നടുവിലും തള്ളിപ്പറയാതെ, ആമേൻ, നാം നമ്മുടെ സ്നേഹിതരോട് പറയുന്ന വാക്കുകൾ വിശ്വസ്തയോടുകൂടി പെരുമാറുന്നുണ്ടോ? ആമേൻ, ഹല്ലേലൂയ, അത് നാം പരിശോധിക്കണം. ആമേൻ, സ്തോത്രം. കളവായി, ആമേൻ, സ്തോത്രം, മാനുഷിക പ്രീതിക്ക് വേണ്ടി വാക്കുകൾ പറയാതെ ദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നാം നിലനിന്നുകൊണ്ട് ദൈവമഹത്വത്തിന് കാരണമായി ചേരുവാൻ നമ്മുടെ പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ സ്തുതിയും സ്തോത്രമെല്ലാം അത് ദൈവിക വിശ്വസ്തതയ്ക്ക്, ആമേൻ, കാരണമായി ചേരുവാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതം നമ്മുടെ കണ്ണുകളെ ദിവസത്തിലടയ്ക്കാം. യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകുന്നു, വിശ്വസ്തന്മാർ മനുഷ്യപുത്രന്മാരിൽ കുറഞ്ഞിരിക്കുന്നു.
ഈ വിശ്വസ്തന്മാർ കുറഞ്ഞിരിക്കുന്ന പട്ടികയിൽ നമ്മെ എണ്ണുവാനിട വരാതെ വിശ്വസ്തന്മാരുടെ പട്ടികയിൽ എണ്ണുവാൻ തക്കവണ്ണം ഈ പ്രഭാതം നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ പ്രഭാതം ഞങ്ങളുടെ സ്നേഹിതരോട് ഞങ്ങൾ വിശ്വസ്തത കാണിപ്പാൻ കർത്താവേ സ്തോത്രം. ഞങ്ങളുടെ ഭാര്യയോടും ഭർത്താക്കന്മാരോടും മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും എല്ലാം വിശേഷിച്ച് കർത്താവേ വിശ്വാസ മക്കളോടും ദൈവദാസന്മാരോടും ഞങ്ങൾ വിശ്വസ്തത കാണിപ്പാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതം ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസിമാർക്കും കർത്താവേ, അവർ വിശ്വസ്തതയുടെ പട്ടികയിൽ എണ്ണുവാൻ തക്കവണ്ണം കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളുടെ ഓരോ ആവശ്യങ്ങളുടെ നടുവിൽ കർത്താവേ, ദൈവസന്നിധിയിൽ ആണ്ടുതോറും എടുക്കുന്ന ഓരോ ഉടമ്പടികൾ കർത്താവെ ലംഘിക്കാൻ ഇടവരാതെ നേർച്ച കാഴ്ചകളിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ, കൊടുക്കൽ വാങ്ങലിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ സംസാരങ്ങൾ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ, ഞങ്ങളുടെ നോട്ടത്തിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.